Good morning everyone. Welcome to Ada 24/7 Malayalam channel. This is Hindu Sebastian and welcome to the Hindu Editorial Analysis of 28th March 2022. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൊക്കാബ് ഏതൊക്കെയാണ്, അതുപോലെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് ഏതൊരു കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് മൺഡേ ടു സാറ്റർഡേസിൽ. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേസ് നമ്മൾ എഡിറ്റോറിയൽ അനാലിസിസ് ആൻഡ് ഈ 5 ദിവസങ്ങളിലെ വൊക്കാബിന്റെ ക്വിസ്, വീക്ക്ലി ക്വിസ് നമ്മൾ സാറ്റർഡേസിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ 9 to 10 ആണ് നമ്മുടെ ടൈം. സോ വെൽക്കം എവ്രി വൺ. അപ്പോൾ നമ്മൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സെഷൻ എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആദ്യം തന്നെ ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫ്രേസസ്, ഇഡിയംസ്, അതിനുശേഷം സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകുന്നു. ആൻഡ് സ്പോട്ട് ദ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ആഴ്ചത്തെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ സാറ്റർഡേയിലെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ, ഫ്രൈഡേയിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ഇന്ററപ്ഷൻ വന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത് ഡിസ്കസ് ചെയ്തിട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നല്ലോ, ഡിവൈലായിട്ടിരിക്കുന്നല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോട്ട് ഇതാണ്: ഡോണ്ട് ബി ദ സെയിം, ബി ബെറ്റർ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ബി ദ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. അല്ലേ, എല്ലാ ദിവസവും നിങ്ങൾ എണീറ്റ് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പോയി കണ്ണാടി നോക്കിയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നലത്തെ കണ്ട അതേ ആളെ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. യു ഹാവ് ടു ബി എ പേഴ്സൺ വിത്ത് ചേഞ്ച്. യു ഹാവ് ടു ചേഞ്ച് യുവർ സെൽഫ്. നമുക്ക് നമ്മളെ മാറ്റം വരണം, നമ്മൾ എന്തെങ്കിലും മാറ്റം എപ്പോഴും വരണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഗുഡ് വൺ. ഒരു ബെറ്റർ ആയിരിക്കണം എപ്പോഴും. ഇന്നലത്തെ എന്നെക്കാളും കുറച്ചുകൂടി ഒരു പടി മുന്നോട്ട് ഞാൻ നിന്നിരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ, നമുക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ, നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ നമ്മൾ പറയും. സോ മേക്ക് ഷുവർ എനിത്തിങ് അറ്റ് ഓൾ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ സ്വഭാവത്തിലായിക്കോട്ടെ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തും. ഇനി പഠിത്തത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റിയെങ്കിൽ ദാറ്റ്സ് എ ബെസ്റ്റ് തിങ്. സോ റിമെമ്പർ, ഡോണ്ട് ബി ദ സെയിം പേഴ്സൺ, ബി ബെറ്റർ. അപ്പോൾ എപ്പോഴും ഓർത്തോണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ സെഷനിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് 2 ആർട്ടിക്കിൾ ആയിരുന്നുള്ളൂ. ഒന്ന് നമ്മുടെ വളരെ പൊളിറ്റിക്കൽ ടോണുള്ള ഒരു ആർട്ടിക്കിളാണ് അബൌട്ട് യോഗി ആദിത്യനാഥിനെ പറ്റി ഒരെണ്ണം. ആൻഡ് റിലേറ്റഡ് ടു BJP, കംപ്ലീറ്റ്ലി ഒരു പൊളിറ്റിക്കൽ ആർട്ടിക്കിളാണ്. വേറൊരു ആർട്ടിക്കിളുണ്ട്, ഇന്റർനാഷണൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചൈന റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ഇന്റർനാഷണൽ ആർട്ടിക്കിൾ ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിനെ പറ്റി ഒരു ആർട്ടിക്കിളാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വലിയ അധികം വേർഡ്സ് ഒന്നും ഇന്ന് ഇതിലില്ല. ഇന്ന് അധികമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനാലിസിസ് ചെയ്ത് പോകാം. ആൻഡ് കുറച്ചധികം ഫ്രേസസ് ഉണ്ട്, ഇഡിയംസ് ഉണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ വൊക്കാബ് വളരെ കുറവാണ്. വൊക്കാബ് വളരെ കുറവെന്ന് പറഞ്ഞാൽ 10 വേർഡ്സ് പുതുതായിട്ട് നമുക്കുള്ളൂ. പുതുതായിട്ടൊന്നുമില്ല, പറഞ്ഞ വേർഡ് തന്നെയാണ്, പുതുതായിട്ട് വേർഡ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അപ്പോൾ നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കാം. ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആദ്യം എന്തൊക്കെയാണെന്നുള്ളത്. പിക്ക് അപ്പ് ദ ത്രെഡ്സ്. നമ്മൾ ഇന്നാൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിക്ക് അപ്പ് ദ ത്രെഡ്സ്. ത്രെഡ് പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റെസ്യൂം സംതിങ് ദറ്റ് ഹാസ് ബീൻ ഇന്ററപ്റ്റഡ്. എവിടെയോ വെച്ചിട്ട് നമ്മൾ എന്തോ ഒരു കാര്യത്തിനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തായിരുന്നു, ഡിസ്കണ്ടിന്യൂ ആയി ചെയ്തു പോയായിരുന്നു, എന്തോ ഒരു കാരണം വെച്ചത് നടക്കാതെ പോയായിരുന്നു, അത് ഇന്ററപ്റ്റ് ചെയ്യപ്പെട്ട് പോയായിരുന്നു, അതിൻ്റെ ഒരു ഇന്റർമിഷൻ വന്നു, അതിൻ്റെ ഒരു ഇന്റർവെൽ വന്നു, അതിൻ്റെ തടസ്സം വന്നു, നിർത്തിപ്പെട്ടായിരുന്നു, അതിന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓർ യു ആർ റെസ്യൂമിങ് ദാറ്റ് എങ്കിൽ അതിന് നിങ്ങൾ പറയും പിക്ക് അപ്പ് ദ ത്രെഡ്സ്. കണ്ടിന്യൂ ഓർ റെസ്യൂം സംതിങ് that has been interrupted. അതായത് ആദ്യം എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ഇന്ററപ്റ്റഡ് ആയി. അതിപ്പോൾ കോൺവെർസേഷൻ, എസ്പെഷ്യലി ഇന്ത്യയിലും ചൈനയിലും കോൺവെർസേഷനെ പറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയാണ് ഇവിടെ നോക്കുന്നത്. ഹായ് വിഷ്ണു, എത്ര കാലമായി നിന്നൊന്ന് കണ്ടിട്ട്. കൊള്ളാം. ലോട്ടസ് പോസും ടോക്കിംഗ് ആൻഡ് ലിസ്ണിംഗ് ആണ്. അത് തന്നെയാണ് ഇന്നത്തെ ആർട്ടിക്കിൾസ്. യെസ് ഇറ്റ് ഈസ്. അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു വിഷ്ണു? എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? ഉഷാറാണോ? അടുത്തത് സ്വെയർ. അപ്പോൾ ഇന്ന് സ്വെയറിൻ എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. സോണിൻ എന്ന് കാണും. സ്വെയറിൻ്റെ V3 ഫോമാണ് സോൺ. കേട്ടോ, സ്വെയർ, സ്വോർ, സ്വോൺ ആണ് V3 ഫോം. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ മിക്കവാറും വായിക്കുമ്പോൾ നിങ്ങൾക്കിത് കാണുന്നത് സ്വോൺ ഇൻ എന്നായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കത്താതിരിക്കരുത്, അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നത്. സ്വോൺ ഇൻ എന്ന് പറഞ്ഞാൽ, സ്വെയർ ഇൻ എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡക്റ്റ് ഇൻ ടു ഓഫീസ് ബൈ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻ ഓത്ത്. നമ്മളിപ്പോൾ ഒരു മന്ത്രിസ്ഥാനത്തൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മളൊരു ഓത്ത് വെച്ചിട്ട് ഫോർമലായിട്ട് ഓഫീസ് ബെയറായിട്ട് നമ്മൾ ഓത്ത് എടുക്കൂലേ, പ്രോമിസ് എടുക്കൂലേ, ഞാൻ എൻ്റെ കടമകളെല്ലാം ഉത്തരവാദിത്തോടെ നയിച്ചോളാം, സംഭവങ്ങളൊക്കെ സെറ്റാണെന്നൊക്കെ പറഞ്ഞൊരു ഓത്തില്ലേ, ഓത്തോടെ നമ്മളൊരു അഡ്മിനിസ്ട്രേഷനിലോട്ട് ഒരു ഓഫീസിലോട്ട് നമ്മൾ കാലെടുത്ത് വെക്കുന്നെങ്കിൽ അതിന് നമ്മൾ പറയും സ്വെയർ ഇൻ അല്ലെങ്കിൽ സ്വോൺ ഇൻ എന്നൊക്കെ പറയും. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോളൂ. എനിക്ക് സുഖ വിഷ്ണു, സുഖമായിട്ടിരിക്കുന്നു. നീ സുഖമാണോ? സന്തോഷം. ഓക്കെ, കൊള്ളാം, അടിപൊളി, ഉഷാർ, അടിപൊളി, അത് മതി. അപ്പം അടുത്ത് നോക്കിക്കേ, ഫൈൻഡ് യുവർ സെൽഫ് അറ്റ് ഓഡ്സ് വിത്ത് സംബഡി. ഫൈൻഡ് യുവർ സെൽഫ് നമ്മളിത് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതല്ല കേട്ടോ. ഫൈൻഡ് യുവർ സെൽഫ് അറ്റ് ഓഡ്സ് വിത്ത് സംബഡി. അപ്പൊ നമ്മൾ ആരോടെങ്കിലും നമുക്കൊരു എന്താ പറയാ, യു ആർ സെയിങ് യു ആർ അറ്റ് ഓഡ്സ് വിത്ത്, ഐ ആം അറ്റ് ഓഡ്സ് വിത്ത് സം പേഴ്സൺ, ആരുമായിട്ടെങ്കിലും എങ്കിൽ നിങ്ങൾ എന്ത് പറയും? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ യു ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ് പേഴ്സൺ. ആ ആളുമായിട്ട് നമുക്കൊരു ചകട പോട്ടി ആണെങ്കിൽ യു വിൽ സേ ഡിസഗ്രി വിത്ത് സംബഡി. ഒരാളുമായിട്ട് ഡിസഗ്രി ചെയ്യുന്നു ഓൺ സംതിങ് ഓർ അബൌട്ട് സംതിങ്. ഓണോ അബൌട്ടോ രണ്ട് മാറി ഉപയോഗിക്കുക, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഒരാളുമായിട്ട് ഡിസഗ്രി ചെയ്യുമ്പോൾ യു സേ ഡിസഗ്രി വിത്ത് സം വൺ ഓർ സംബഡി. ഒരാളുമായിട്ട് നിങ്ങൾ ഡിസഗ്രിമെന്റ് ആണെങ്കിൽ ഡിസഗ്രി വിത്ത് സം വൺ, അബൌട്ട് സംതിങ് അല്ലെങ്കിൽ ഓൺ സംതിങ് എന്ന് പറയാം കേട്ടോ. ഓർത്തോണം കേട്ടോ. ഫൈൻഡ് യുവർ സെൽഫ് അറ്റ് ഓഡ്സ് വിത്ത് സംബഡി, അതാ വിത്ത് സം വൺ എപ്പോഴും ഓർക്കാം. അപ്പൊ അതിൻ്റെ അർത്ഥം ഡിസഗ്രി വിത്ത് സം വൺ ഓർ ഡിസഗ്രി വിത്ത് സംബഡി ഓൺ സംതിങ് ഓർ അബൌട്ട് സംതിങ്. ഓക്കെ, അടുത്തത് ഇവിടെ പ്രിപ്പോസിഷൻ ഓർത്ത് നോക്കുവാണെങ്കിൽ പ്രിപ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിക്സഡ് പ്രിപ്പോസിഷൻ ഉണ്ട് ചിലതിനൊക്കെ, എഗ്രി ഡിസഗ്രിക്കൊക്കെ അതാ പറയുന്നത്. ഡിസഗ്രി അബൌട്ട് സംതിങ് ആൻഡ് ഡിസഗ്രി വിത്ത് സംബഡി കാണും. ഓക്കെ, അടുത്ത് നോക്കിക്കേ, സ്റ്റാൻഡ് സംതിങ് ഓർ സംബഡി ഇൻ ഗുഡ് സ്റ്റെഡ്. സ്റ്റാൻഡ് സംബഡി ഓർ സംതിങ് ഇൻ ഗുഡ് സ്റ്റെഡ് എന്ന് പറഞ്ഞാൽ ബി യൂസ്ഫുൾ ടു സംബഡി ഓർ സംതിങ്. ഒരാൾക്ക് ഗുണം, നമ്മളെ കൊണ്ടൊരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഇസ് വോട്ട് യു സേ. ഈ ഫ്രേസ്, ആ ഒരു ഇഡിയം നമ്മൾ പറയാണ്, സ്റ്റാൻഡ് സംബഡി ഓർ സംതിങ് ഇൻ ഗുഡ് സ്റ്റെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് ഒരു ഉപകാരം ഉണ്ടായി. യു ആർ യൂസ്ഫുൾ ടു സംബഡി, യു ആർ ബീങ് യൂസ്ഫുൾ ടു സംബഡി, യു ആർ ബീങ് ഹെൽപ്ഫുൾ ടു സംബഡി. അതിന് നിങ്ങൾ പറയുന്നതാണ് സ്റ്റാൻഡ് സംബഡി ഓർ സംതിങ് ഇൻ ഗുഡ് സ്റ്റെഡ്. ഹെൽപ്ഫുൾ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി എന്നുള്ളൊരു യൂസേജ് കേട്ടോ, ഓർത്ത് വെച്ചോണേ. സ്റ്റാൻഡ് സംബഡി ഓർ സംതിങ് ഇൻ ഗുഡ് സ്റ്റെഡ്, അതാണ് അതിൻ്റെ മീനിങ് ആണ് ബി യൂസ്ഫുൾ ടു സംബഡി ഓർ സംതിങ് എന്നുള്ള വാക്ക്. ഓക്കെ, ഗുഡ് മോർണിംഗ് നീതു, ഗുഡ് മോർണിംഗ് അശ്വതി. അടുത്ത് ഇൻ ഓർഡർ. ഇൻ ഓർഡർ എന്നാലും നമ്മൾ പറയില്ലേ ഓർഡർ എന്ന് പറയില്ലേ, ആ ഓർഡർ എന്താ അർത്ഥം? നമ്മളിപ്പോൾ ജഡ്ജിമാർ പറയില്ലേ, കഴിഞ്ഞ ദിവസം ജഡ്ജിനെ പറ്റി പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം പുതിയ 12 ജഡ്ജിമാരെ നിയമിച്ച കാര്യമൊക്കെ നിങ്ങൾ വായിച്ചായിരുന്നോ? എല്ലാം CA ആണ്, വായിച്ചോളണം കേട്ടോ. അപ്പോൾ ഇൻ ഓർഡർ എന്ന് പറയുന്നു. ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നുമില്ല, യു കീപ് സംതിങ് പ്രോപ്പർലി അറേഞ്ച്ഡ്, ഓർഗനൈസ്ഡ്, എല്ലാം ഒരു കറക്റ്റ് ടൈഡി ആയിട്ട് വെക്കുകയാണ്, ഓർഗനൈസ്ഡ് ആക്കി വെക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് വോട്ട് യു കോൾ ഇൻ ഓർഡർ. എവറിത്തിങ് ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് പ്രോപ്പർലി ഓർഗനൈസ്ഡ്, എല്ലാം ഓർഗനൈസ്ഡ് ആണ്, എല്ലാം സെറ്റ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഇൻ ഓർഡർ മീൻസ്. ഫ്രേസ് ആണ് ഇൻ ഓർഡർ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, സ്ട്രീം റോളിംഗ്. സ്ട്രീം റോളിംഗ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സ്ട്രീം റോളിംഗ് എന്ന് പറയുന്നത് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. സ്ട്രീം റോളർ എന്നും പറയുന്നേക്കാം. അതായത് യൂസിങ് ഗ്രേറ്റ് പവർ ഇൻ അച്ചീവിങ് സംതിങ്. എന്ത് കാരണം വെച്ചാലും നമ്മളൊരു കാര്യം നേടിയെടുത്തിരിക്കും. യൂസിങ് ഗ്രേറ്റ് പവർ, അതിനെയാണ് സ്ട്രീം റോളിംഗ് എന്ന് പറയാം. സ്ട്രീം റോളിംഗ് മീൻസ് യൂസിങ് ഗ്രേറ്റ് പവർ ഇൻ അച്ചീവിങ് സംതിങ്. ഞാൻ നേടിയെടുത്തിരിക്കും, എന്ത് കാരണവശാലും ഞാൻ നേടിയെടുത്തിരിക്കും എന്ന് പറയില്ല. എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, ഞാൻ നേടിയെടുത്തിരിക്കും. അങ്ങനെ ഒരാളാണെങ്കിൽ യു ക്യാൻ സേ ഹി ഹാസ് എ സ്ട്രീം റോളിംഗ് പേഴ്സണാലിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. അഡ്ജക്റ്റീവ് യൂസേജ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്ട്രീം റോളിംഗ് കേട്ടോ. സ്ട്രീം റോളിംഗ് ഇവിടെ ഇന്ന് അർത്ഥത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, ലോട്ടസ് പോസിൽ സ്ട്രീം റോളിംഗ് എന്നുള്ളൊരു അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഇതാണ്, യൂസിങ് ഗ്രേറ്റ് പവർ ഇൻ അച്ചീവിങ് സംതിങ് എന്നാണ് കേട്ടോ. ഓക്കെ, ഓ അത് കൊള്ളാം. അടിപൊളി അടിപൊളി ഹരി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. യു ഷുഡ് പിക്ക് അപ്പ് ദ ത്രെഡ്സ് ഓഫ് യുവർ PSC പ്രിപ്പറേഷൻ. ചിപ്പി, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ എവിടെ വെച്ച് ഇൻട്രപ്റ്റഡ് ആയിട്ടുണ്ടല്ലേ? അപ്പോൾ ആ ഇൻട്രപ്റ്റഡ് ആയത് ഇനി നമുക്ക് തുടങ്ങണം, റീസ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ മറന്നു പോരുതേ, ഇന്ന്
നമുക്കുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സിന് വളരെ സിമിലർ ആയ വാക്കുകളാണ് കേട്ടോ. നമ്മൾ വായിക്കാൻ പോകുന്ന സിനോണിംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളാണ്. ബട്ട് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചാൽ പിക്കപ്പ് ദ ത്രെഡ്സ്, സ്വെയർ ഇൻ, ഫൈൻഡ് യുവർ സെൽഫ് at odds with someone or somebody, stand somebody or something in good stead, in order, stream rolling. ഓർത്ത് വെച്ചോണേ. അടുത്ത് നമുക്ക് നമ്മുടെ സിനോണിംസ് ആന്റണിംസിലോട്ടൊക്കെ പോയാലോ? യെസ്, യാ, ഗുഡ് മോർണിംഗ് സോനൽ, ഗുഡ് മോർണിംഗ്. സോ സിനോണിംസ് നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് സിനോണിം ഇതാണ്, സ്റ്റാൻഡ് ഓഫ്. സ്റ്റാൻഡ് ഓഫ് നിങ്ങൾ കേൾക്കുമ്പോൾ നോക്കിയേ, സ്റ്റാൻഡ് ഓഫ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡ് ഓഫ് ഉണ്ട്, ഒരുപാട് വാക്കുകളുണ്ട് കേട്ടോ. ഇന്ന് ഈ സ്റ്റാൻഡ് ഓഫിന്റെ സിനോണിമായിട്ട് ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇല്ല, ESIC പ്രിലിംസിന്റെ റിസൾട്ട് വന്നില്ല കേട്ടോ അശ്വതി. ഇല്ല, വന്നെങ്കിൽ അറിയിക്കാം കേട്ടോ, ഉറപ്പായിട്ട് നമ്മൾ അറിയിക്കും, അതിൽ പേടിക്കണ്ട. ഇല്ല കേട്ടോ. ഓക്കെ, സ്റ്റാൻഡ് ഓഫിന് റിലേറ്റഡ് ആയ ഒരുപാട് വാക്കുകൾ ഇപ്പൊ നിങ്ങൾ കാണാൻ പോകണം. നോക്കൂ, സ്റ്റാൻഡ് ഓഫിന്റെ മീനിങ് ആണ് ഡെഡ് ലോക്ക്, സ്റ്റെയിൽ മേറ്റ്, ഇംപാസ്. അതായത് ഇവിടെ നമ്മൾ ഊരാ കുടുക്കി കിടക്കുക, ഇനി അങ്ങോട്ടേക്ക് പോകില്ല, എന്തോ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് സ്റ്റാൻഡ് ഓഫ് എന്ന് പറയാം. ഓക്കെ, അതിനെയാണ് സ്റ്റാൻഡ് ഓഫ് എന്ന് പറയാം. അതിനെ തന്നെ ഡെഡ് ലോക്ക്, സ്റ്റെയിൽ മേറ്റ്, അതുപോലെ തന്നെ ഇംപാസ് എന്ന് കാണാൻ പറ്റുന്നത്. അതേപോലെ ഒരു വാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ലോഗ് സംതിങ്, എന്തോ ഒരു ലോഗ് സംതിങ് എന്ന് നിങ്ങൾ കാണാൻ പറ്റും. അത് സെയിം മീനിങ്ങാ, ഡെഡ് ലോക്ക് എന്നുള്ള മീനിങ് വരുന്നതാണ്. അത് നമ്മൾ ഇന്ന് വായിക്കാൻ പോകണം കേട്ടോ, ശ്രദ്ധിക്കാൻ പോകണം നമ്മൾ. അപ്പൊ ഇവിടെ ഓർത്ത് വെച്ചാൽ സ്റ്റാൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുമില്ല, ഡെഡ് ലോക്ക് ആണ്, ഊരാക്കുടുക്കാണ്, സ്റ്റെയിൽ മേറ്റ് ആണ്, ഇംപാസ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. അടുത്ത വാക്ക് അമാസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, അമാസ് ചെയ്യുക അല്ലെ. അമാസ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം കൂട്ടി വെക്കുകയാണ്, അല്ലെ നമ്മളൊരു കാര്യം കൂട്ടി വെക്കുകയാണ്. യു ഗ്യാദർ, കളക്ട്, അസംബിൾ, അക്യുമുലേറ്റ്. അതിനാണ് ഈ പറയുന്ന അമാസ് എന്ന വാക്കിന്റെ അർത്ഥം അല്ലെ. ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യുക, അസംബിൾ ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക. ഓക്കെ, അത്. അടുത്ത് നോക്കിക്കോ, സഫിസ്. സഫിസ്, ഈ സഫിസ് എന്ന് പറയുന്ന വേർബാണ്. അതിന്റെ സഫിഷ്യന്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉണ്ട്. സഫിഷ്യന്റ് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉണ്ട്. സഫിഷ്യൻസി, സഫിഷ്യൻസി കേട്ടിട്ടില്ലേ? അത് നൗൺ ഫോർമുലേഷൻ. എഫിഷ്യൻസി പോലെ സഫിഷ്യൻസി ഉണ്ട്, നൗൺ ഫോർമുലേഷൻ. സഫിഷ്യന്റ് അഡ്ജക്റ്റീവ് ആണ്. സഫിസ് അതിന്റെ വേർബ് ഫോർമുലേഷൻ ആണ്. ബി ഇനഫ്, ആവശ്യത്തിനുണ്ട്, ബി ഇനഫ്, ബി ആഡ്വക്കേറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്. അല്ലാതെ ഇറ്റ് വുഡ് ഡു, ഇത് ആവശ്യത്തിനുണ്ട്, ഡു, അല്ലെങ്കിൽ സെർവ്, ഇതുണ്ട്, ആവശ്യത്തിനുണ്ട്. അതിനാണ് സഫിസ് എന്ന വേർബിന്റെ മീനിങ്. ബി ഇനഫ്, ബി ആഡ്വക്കേറ്റ്, ഡു ഓർ സെർവ്. ഓക്കെ, ഓർത്ത് വെച്ചോണേ. മോഡി സോൺ ഇൻ ആസ് പ്രൈം മിനിസ്റ്റർ ഫോർ സെക്കൻഡ് ടൈം. അവിടെ വെറും മോഡി സോൺ ഇൻ പറയില്ല, മോഡി ഇസ് സോൺ ഇൻ പറയണം കേട്ടോ. കേട്ടോ നീതു? അവിടെ V3 ഫോം ഉപയോഗിക്കുന്ന ഈ പാസിവൈസേഷൻ കൊടുക്കുക, മോഡി ഈസ് സ്വോൺ ഇൻ ആസ് PM ഫോർ സെക്കൻഡ് ടൈം. കേട്ടോ, അങ്ങനെ കൊടുക്കണേ. അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കണമായിരുന്നു, സ്വെയറിന്റെ. മനസ്സിലായോ? സ്വെയർ, സ്വോറിൻ. ഓക്കെ, യെസ്. ഓൾവേസ് ദ CGI സ്വെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒരു കുഴപ്പമുണ്ടേ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഓൾവേസ് കൊടുക്കണം. ഓൾവേസ് ആദ്യം വരുന്നത്. കാരണം ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ട്, ഓൾവേസിന്റെ യൂസേജ് ടോച്ചിപ്പി. ഓൾവേസ് എവിടെ വരേണ്ട? ഓൾവേസ് എന്ന് പറഞ്ഞാൽ അഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ഏതും ആയിക്കോട്ടെ, മെയിൻ വേർബിന്റെ തൊട്ട് മുൻപ്. ഏതാണോ മെയിൻ വേർബ് കൊടുത്തേക്കുന്നത്, സ്വെയർ അല്ലേ, അപ്പൊ അതിന്റെ തൊട്ട് മുൻപ് വരിക. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഓൾവേസ് ഒന്ന് കട്ട് ചെയ്ത് CGI, ഓൾവേസ് സ്വെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അത് ശ്രദ്ധിക്കാം. ഓൾറൈറ്റ്, അടുത്ത വാക്ക് പെർസെപ്റ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സോറി, പെർസെപ്റ്റ് അല്ല, പ്രീസെപ്റ്റ്. പ്രീസെപ്റ്റ്, പ്രീസെപ്റ്റിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് പ്രിൻസിപ്പിൾ, റൂൾ, ടെനന്റ്, ഡോക്ട്രിൻ. അത് നമ്മുടെ കുറച്ച് സിദ്ധാന്തങ്ങൾ, അതിനെ പ്രീസെപ്റ്റ് എന്ന് പറയാം. അതേ സിദ്ധാന്തം അല്ലെ ഡോക്ട്രിന്, അതായത് പ്രിൻസിപ്പിളിന്, പ്രിൻസിപ്പൽ അല്ല, അതേ പ്രീസെപ്റ്റിന് വേറൊരു മീനിങ് ഉണ്ട്, റിറ്റ് അല്ലെങ്കിൽ വാറന്റ്. റിറ്റ് എന്ന് പറയില്ല നമ്മൾ, അല്ലെങ്കിൽ വാറന്റ്, ആ ഒരു മീനിങ് കൂടെ പ്രീസെപ്റ്റിനുണ്ട് കേട്ടോ. റിറ്റ് അല്ലെങ്കിൽ വാറന്റ് എന്ന് പറയും. അതല്ലാതെ ഓർത്ത് വെച്ചോണം, പ്രീസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ, റൂൾ, ടെനന്റ്, ഡോക്ട്രിൻ എന്നൊക്കെയാണ് പ്രീസെപ്റ്റിന്റെ അർത്ഥം. അടുത്ത വാക്ക് ഇൻഫ്യൂസ്. യു ഇൻഫ്യൂസ് കറേജ് എന്ന് കേട്ടില്ലേ? ഇൻഫ്യൂസ് ചെയ്യുക, കറേജ് ഒക്കെ ഇൻഫ്യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഫിൽ, പെർവേഡ് ചെയ്യുക, പെർമിയേറ്റ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക. അതാണ് ഇൻഫ്യൂസിന്റെ അർത്ഥം. ഇൻഫ്യൂസ് മീൻസ് ഫിൽ ചെയ്യുക, പെർവേഡ് ചെയ്യുക, പെർമിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുക. അതിനാണ് ഇൻഫ്യൂസ് എന്ന വേർബിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ. ഓക്കെ,
Yeah. Kerala project won't suffice only with the land for the track, but for the buffer zone too. Won't suffice. പിന്നെന്താ ഉള്ളി വന്നേക്കുന്നേ? അപ്പോൾ ഒരു പ്രശ്നമല്ലേ? പിന്നെ ബട്ട് ഫോർ ഇത് ഉപയോഗിക്കുമ്പോൾ അത് യൂസേജ് കറക്റ്റ് ആവില്ല. വിഷ്ണു ഇങ്ങനെ കൊടുക്കാം, കേരള പ്രോജക്ട് won't suffice only with the land of the for the track എന്ന് കൊടുത്താൽ മതി. കേട്ടോ, മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണമായിരുന്നു, കേരള പ്രോജക്ട് won't suffice only with the land for the track and the buffer zone and the buffer zone. That's it. അല്ലെങ്കിൽ ആ ബട്ട് അവിടെ വരരുത്, അപ്പൊ അതിന്റെ മീനിങ് കറക്റ്റ് ആവില്ല. ഓക്കെ, ഓൾറൈറ്റ്. അടുത്ത് നോക്കാം. ഇൻഫ്യൂസ് പറഞ്ഞല്ലോ, ഫിൽ ചെയ്യുക, പെർവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക പറഞ്ഞല്ലോ, നോക്കിയോണേ. ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു അമാസ് യുവർ PSC പ്രിപ്പറേഷൻ ഫോർ ദി ലാസ്റ്റ് മൊമെന്റ്. അസംബിൾ, അക്യുമുലേറ്റ്, ഓക്കെ, ആൻഡ് പിക്ക് അപ്പ് ത്രെഡ്സ് ഇമ്മീഡിയറ്റ്ലി. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ആൻഡ് പിക്ക് അപ്പ് ദി ത്രെഡ്സ് ഇമ്മീഡിയറ്റ്ലി, റെസ്യൂം ഇറ്റ്. റൈറ്റ്, വെരി ഗുഡ്. അപ്പൊ നോക്കുക, മറക്കണ്ട, സ്റ്റാൻഡ് ഓഫ്, അമാസ്, സഫിസ്, പ്രീസെപ്റ്റ് കേട്ടോ, ആൻഡ് നമ്മുടെ ഇൻഫ്യൂസ് മറക്കണ്ട കേട്ടോ. ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ വി ഷുഡ് ഒബേ ദ പ്രീസെപ്റ്റ് ഓഫ് ലോ, ഓൾറൈറ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ലോ, ദാറ്റ്സ് റൈറ്റ്. പീപ്പിൾ ഹാവ് ബീൻ അഫക്റ്റഡ് ഇൻ നാഷണൽ സ്ട്രൈക്ക് ആസ് വെൽ as their routine works devised like standoff. റുട്ടീൻ വർക്ക്സ് എന്ന് കൊടുക്കല്ലേ? വർക്ക്സ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ എപ്പോഴാണെന്നറിയോ ഹരി? വർക്ക് ആണ് പണി, ജോലി എന്നർത്ഥം. വർക്ക്, ഇറ്റ് ഇസ് അൺകൗണ്ടബിൾ നൗൺ. വർക്ക്സ് പറയുന്നത് എപ്പോഴാണ്? കൃതികൾ എന്ന് പറയുമ്പോഴാണ്. നമ്മൾ കൃതികൾ എന്ന് പറയുമ്പോൾ മാത്രമേ വർക്ക്സ് എന്ന് പറയാവുള്ളൂ. അപ്പോൾ കൃതികൾ എന്ന് പറയണമെങ്കിൽ ഇവിടെ കൃതികളെല്ലാം ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് റുട്ടീൻ ടാസ്ക് കൊടുത്തോ, റുട്ടീൻ ടാസ്ക്, റുട്ടീൻ ചോഴ്സ് കേട്ടോ. ജോലികൾ എന്നൊക്കെ പറയുമ്പോൾ ഇത് കൊടുക്കാം, റുട്ടീൻ ചോഴ്സ് ഓർ ടാസ്ക് കൊടുക്കാം. യു കനോട്ട് യൂസ് ജോബ് എന്ന മീനിങ് ഉള്ള വർക്കിനെ പിടിച്ചിട്ട് നമുക്ക് പ്ലൂറൽ സെൻസ് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ആൻ അൺകൗണ്ടബിൾ നൗൺ. കേട്ടോ ഹരി, ശ്രദ്ധിക്കണേ. ലുക്ക് ഫോർ സംവൺ ടു ഇൻഫ്യൂസ് വിത്ത് ഹാപ്പി. വിത്ത് ഹാപ്പിയോ? വിത്ത് ഹാപ്പി അല്ല, വിത്ത് ഹാപ്പിനെസ് കേട്ടോ. ലുക്ക് അരുതി എന്ന് ശ്രദ്ധിക്കണേ. ലുക്ക് ഫോർ സംവൺ ടു ഇൻഫ്യൂസ് വിത്ത് ഹാപ്പിനെസ് ആൻഡ് ഹാപ്പിനെസ് വിൽ ഫൈൻഡ് യു. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ വിത്ത് ഇസ് എ പ്രിപ്പോസിഷൻ, പ്രിപ്പോസിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വേണം. അപ്പോൾ ഹാപ്പി ഈസ് എൻ അഡ്ജക്റ്റീവ്, നമുക്ക് അവിടെ വേണ്ടത് എന്താ? ഒബ്ജക്റ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്താലും മതി. ലുക്ക് ഫോർ സംവൺ ടു ഇൻഫ്യൂസ് യു, ഇങ്ങനെ കൊടുക്കാം. ലുക്ക് ഫോർ സംവൺ ടു ഇൻഫ്യൂസ് യു വിത്ത് ഹാപ്പിനെസ്. ഓക്കെ, അങ്ങനെ കൊടുക്കാം. When car collapsed with bike, bus, a mass of people joined to. Okay. അമാസ് ഓഫ് പീപ്പിൾ എന്ന് പറയില്ല. അപ്പൊ ഒരു പ്രശ്നമുണ്ടല്ലോ അവിടെ. അമാസ് അപ്പൊ നൗൺ ആയിട്ടില്ല. അമാസ് നൗൺ അല്ല, മാസ് ആണ് നൗൺ കേട്ടോ. മാസ്, ഒരുപാട് എന്ന് പറയാം. ക്രൗഡ് ഓഫ് പീപ്പിൾ, മാസ് ആണ് നൗണ്. മാസ് നൗണാ, കൂട്ടം എന്നുള്ള അർത്ഥത്തില മാസ് നൗണ്. അമാസ് വേർബാ, ഓർത്തോണേ. നീതുന് അവിടെയാ തെറ്റിയ, ഒന്ന് ശ്രദ്ധിച്ചോണേ. അത് മാസ് നൗണും അമാസ് വേർബും. ഓക്കെ, ലെറ്റ് മീ സീ. അടുത്തത്, during pandemic the economic sector was in a standoff condition. Yes, it was. In order to succeed in your exam you should amass your knowledge. കേട്ടോ ചിപ്പി? in order to succeed in your exam you should amass your knowledge. Okay, അടുത്തത് ഒപ്റ്റിക്സ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഒപ്റ്റിക്സ് സയന്റിഫിക്കലി വാട്ട് ഈസ് ഒപ്റ്റിക്സ്? ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. Optics is a scientific study of light. Light related ആയ കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? നമ്മളതിൽ പറയുന്ന പേരാണ് ഒപ്റ്റിക്സ്. അല്ലാതെ ഒപ്റ്റിക്സിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. യു ഷുഡ് ലുക്ക് അറ്റ് ദ ഒപ്റ്റിക്സ്, യു ഷുഡ് ലുക്ക് അറ്റ് ദ പെർസെപ്ഷൻ, യു ഷുഡ് ലുക്ക് അറ്റ് ദ വിഷൻ, യു ഷുഡ് ലുക്ക് അറ്റ് ദ വ്യൂ. അല്ലെ, നമ്മുടെ വ്യൂ പോയിന്റ്, ചിന്താഗതി എന്നൊരു അർത്ഥമുണ്ട് ഒപ്റ്റിക്സിന്. അല്ലെ, ദ ഒപ്റ്റിക്സ് മാറ്റേഴ്സ്. അവിടെ ഒപ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സിംഗുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ, ചിന്താഗതി, വിഷൻ അല്ലെങ്കിൽ വ്യൂ എന്നാണ് ഒപ്റ്റിക്സ് ഉദ്ദേശിക്കുക. ഓർത്തോണം കേട്ടോ. അടുത്ത വാക്ക് ഈസ് എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് പറയുമ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം ഇതുള്ളൂ, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എക്സ്റ്റെൻഡുമായിട്ട് മറന്നു പോരുന്നു.
എക്സ്റ്റെൻഡ് ഇസ് എ വേർബ് അല്ലേ, നമ്മളെപ്പോഴും പറയുന്നത് എക്സ്റ്റെൻഡ് വേർബ്. എക്സ്പാൻഡ് ചെയ്യുക അല്ലേ, എക്സ്പാൻഡ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. വേർബ് എൻലാർജ്, എക്സ്റ്റെൻഡ്, ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക, അതിനെയാണ് എക്സ്റ്റെൻഡ് എന്നുള്ള അർത്ഥം. ഓക്കെ, എന്നാ ഈ എക്സ്റ്റെൻറ്റ് ഇസ് എ നൗൺ, അതിലൊരു മാറ്റമല്ല. എക്സ്റ്റെൻഡ് നൗൺ ആണ്. ടി എല്ലാം അവസാനിക്കുന്ന നൗണാണ്, ഡിയിൽ അവസാനിക്കുന്ന വേർബാണ്. അപ്പോൾ എക്സ്റ്റെൻറ്റിന് അർത്ഥം എത്ര ഉള്ളൂ, ഏരിയ, സൈസ്, ഒരു മീനിങ്. അടുത്ത മീനിങ് ഡിഗ്രി, എത്ര ലെവൽ, എക്സ്ട്രാ എക്സ്റ്റെൻഡ്. ഐ കനോട്ട് ബെയർ യു എനി മോർ എക്സ്റ്റെൻറ്റ്, ഇനി പറ്റില്ല, ഒരു ഡിഗ്രി കൂടെ എനിക്ക് നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ലെവൽ, ഡിഗ്രി എന്നൊക്കെയാണ് എക്സ്റ്റെൻറ്റിൻ്റെ ഒരു അർത്ഥം. അല്ലാതെ നൗൺ ഫോർമുലേഷനിൽ നമുക്ക് പറയാം ഏരിയ അല്ലെങ്കിൽ സൈസ്. ഓർത്ത് വെച്ചോണേ. അടുത്ത വാക്ക് ഈസ് വൂ. വൂ എന്ന് വാക്കറിയാം, വൂ ചെയ്യുക. വൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സീക്ക് സപ്പോർട്ട്. ഒരാളെ വീഴ്ത്തണം, ഒരാളെ വീഴ്ത്തണം. അത് എങ്ങനെയാകാം കേട്ടോ, വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വീഴ്ത്തുക എന്ന് പറയില്ലേ. വൂ സമ്മൺ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് മയക്കി വീഴ്ത്തുക എന്ന് പറയില്ലേ. കോട്ട് സമ്മൺ. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഈ പറയുന്ന നമ്മൾ ലൈൻ അടിച്ച് വീഴ്ത്തുക എന്നൊക്കെ പറയേ. പണ്ട് കോട്ട്ഷിപ്പ് എന്നൊക്കെ കുറച്ചുകൂടെ രാജകീയമായ കാലഘട്ടങ്ങളിൽ നമ്മൾ പറയുന്നത് കോട്ടിങ് സമ്മൺ, കോട്ട് സമ്മൺ, COURT, കോട്ട്. വേർബ് ഉണ്ടായിരുന്നു, വേർബാണ് കോട്ട്. ആൻഡ് ട്രൈ ടു വിൻ സമ്മൺ, അതായത് അവരെങ്ങനെ നമ്മൾ കംപ്ലീറ്റ് അങ്ങ് വീഴ്ത്തും. ഞാൻ അവളെ വീഴ്ത്തി എന്നൊക്കെ പറയില്ല ആ സംഭവം. വിൻ സപ്പോർട്ട് ഓർ ട്രൈ ടു വിൻ ഓർ സീക്ക് സപ്പോർട്ട് എന്നൊക്കെയാണ് വൂ എന്ന വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് അറിയാം, സംഭവം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വൂവിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അടുത്ത വാക്ക് ടാക്ടിക്സ്. ടാക്ടിക്സ് എന്നാൽ നിങ്ങൾക്കറിയാം തന്ത്രം അല്ലേ. സ്ട്രാറ്റജി, സ്കീം, പ്ലാൻ, പ്ലോയ്, മനൂവർ എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്താണ്. ടാക്ടിക്സ് മീൻസ് സ്ട്രാറ്റജി, സ്കീം, പ്ലോയ്, പ്ലാൻ, മനൂവർ എന്നൊക്കെ അർത്ഥം. അടുത്ത വാക്ക് ഇസ് ട്രെമൻഡസ്. ട്രെമൻഡസ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. ട്രെമൻഡസ് മീൻസ് വാട്ട്, ഹ്യൂജ്, മാസീവ്, ഇമെൻസ്, എനോമസ്, കൊളോസൽ എന്നൊക്കെ വാക്ക് പറയും അല്ലേ. ട്രെമൻഡസ് ആണ്. രണ്ടല്ലേ, കൊളോസൽ ഒരു എല്ലോ ഉള്ളൂ. കൊളോസൽ ഭയങ്കര വലുതായിട്ടുള്ള, ഒരുപാട് വലിയതായിട്ടുള്ള, ഹ്യൂജ് ആണ്, മാസീവ് ആണ്, കൊളോസൽ ആണ്, ഇമ്മെൻസ് ആണ്, എനോമസ് ആണ്. ട്രെമൻഡസ് സപ്പോർട്ട് ഫ്രം പീപ്പിൾ എന്നൊക്കെ പറയില്ലേ, ഹ്യൂജ് സപ്പോർട്ട് ഫ്രം പീപ്പിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ട്രെമൻഡസ്. മറക്കണ്ട കേട്ടോ, ട്രെമൻഡസ് എന്ന വാക്ക്. ഓക്കെ, സ്റ്റഡി ഓഫ് ലൈറ്റ്. പെർസ്പെക്റ്റീവ്. പെർസെപ്ഷൻ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് എന്നൊക്കെ നമ്മൾ അതിനെ പറയും. വിഷ്ണു, ഹി ഹാഡ് amassed a lot of wealth during his stint as a customer officer. Okay, for qualifying permits prelims, it is not sufficient with SCRT textbooks. It is not. For wooing the tremendous audience, some Big Boss participants in spelling Sophie, PENTS or PANTS. Participants keep an excellent tactics to an extent. Yes, they do. As a good diplomat, he knows a lot of tactics. Yes, we should. അല്ലേ, ഒരു ഡിപ്ലോമാറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് കയ്യിൽ എന്ത് വേണം, കുറച്ച് തന്ത്രങ്ങൾ അറിഞ്ഞിരിക്കണം, ടാക്ടിക്സ് വേണം. Okay, the search for someone who infuse my life with happiness ends in front of the mirror. Oh, actually, that's a great sentence. The search for someone who infuse my life with happiness ends in front of the mirror. Okay, in my optics, he is a honest. എ ഇട്ട എന്താ പ്രശ്നം, ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. എയോ ആനോ ഇട്ട് കൊടുത്താൽ എന്ത് വേണം കൂടെ, എ അതിൻ്റെ പ്രത്യേകത എന്താ, ഒരു സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ ആയിട്ട് ഒരു നൗണിൻ്റെ കൂടെ മാത്രമേ എയോ ആനോ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലേ. എയോ ആനോ ഇട്ട് കൊടുക്കുന്നത് സിംഗുലർ ആയിരിക്കണം, കൗണ്ടബിൾ ആയ ഒരു നൗണിൻ്റെ കൂടെ. നൗണാണോ ഇത്? ഓണസ്റ്റ് എന്ന് പറയുന്ന നൗണാണോ? അല്ല, ഓണസ്റ്റ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് ഒരു നൗൺ വേണ്ടേ. അപ്പം എങ്ങനെ കൊടുക്കണം, ഇൻ മൈ ഓപ്റ്റിക്സ് ഹീസ് എൻ ഓണസ്റ്റ് പേഴ്സൺ, അല്ലെങ്കിൽ ഇൻ മൈ ഓപ്റ്റിക്സ് he is an honest individual. അല്ലെങ്കിൽ കൊടുക്കാം, in my optics he is an honest man. ഇനി അതും അല്ലെങ്കിൽ in my optics he is honest. എ വേണ്ട, ആൻ വേണ്ട, പോരെ, പ്രശ്നം തീർന്നില്ലേ. പിന്നെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഓണസ്റ്റിന് എ ഇട്ട് കൊടുക്കാനും പറ്റില്ല. കാര്യം എന്താ, ഓണസ്റ്റിൽ എച്ച് സൈലൻ്റാ, ഓ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എ ഓണസ്റ്റ് അല്ല, ആൻ ഓണസ്റ്റ് ആണ്. കേട്ടോ അർച്ചന, കേട്ടോ. in my optics he is an honest person, an honest supporter, an honest man, an honest individual എന്ന് കൊടുത്തു. അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ ഇങ്ങനെ നൗൺ ഒന്നും ഇല്ലെങ്കിൽ എ അങ്ങ് കട്ട് ചെയ്ത് കളയാ, ഓണസ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, he put in tremendous amount of effort on his project. All right, that's great. The government has decided to avoid their precept of corona alert message while calling. He always tries to woo his clients. All right. Though he was not a good player,
He won a tremendous victory in the game through his tactics. That's great. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും വാക്കുകളേ ഉള്ളൂ, 10 വാക്കുകൾ നമ്മൾ ബാക്കി നോക്കിയേ നമ്മുടെ ഇഡിയംസും അല്ലെ, ഇഡിയംസും ഫ്രേസസും ഒക്കെ ഓക്കെ ആണല്ലോ. സെറ്റ് ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ. ലെറ്റ്സ് സീ. Okay. For getting better job, your learning should achieve next extent. Yes. For getting better job, your learning should achieve next extent. അടുത്ത ലെവലോട്ട് പോകണോ അല്ലേ? പോകണം. Yes, we have to. In my opinion, Rindu ma'am is very dedicated teacher. Wow. Thank you, Chippy. Thank you so much. I'm honored. അപ്പോൾ നമുക്ക് തംസ് അപ്പ് ഇട്ട് മനസ്സിലായെങ്കിൽ അപ്പോൾ നമുക്ക് 15% ഡിസ്കൗണ്ട് ഉള്ള കാര്യം മറക്കണ്ട. പുതിയ ഒരുപാട് കോഴ്സുകളുണ്ട്. നമ്മുടെ RRCയുടെ പുതിയ ഗ്രൂപ്പ് ഡി കോഴ്സ് അല്ലേ, ഗ്രൂപ്പ് ബി. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ബാങ്കിങ്ങിന്റെ കോഴ്സ് വരാൻ പോകുന്നുണ്ട്. SICയുടെ SSO കോഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് പ്രോ കോഴ്സ് വരുന്നുണ്ട്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രിലിംസിന്റെ കോഴ്സ് ഉണ്ട്. 10th ലെവൽ പ്രിലിംസിന്റെ കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാൻ മറക്കണ്ട. Y314 ആണ് എൻ്റെ കോഡ്, Y314. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ 4 മണിക്ക് 50 ഡേയ്സിന്റെ 10th ലെവലിന്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ 6:30 ഒരു സെഷൻ ഉണ്ട്, 6 മുതൽ 8 മണി വരെ. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാ കോമ്പറ്റീവ് എക്സാമിന് വേണ്ടി ഇംഗ്ലീഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. KPSC, KS, UPSC, ബാങ്കിങ്, ESIC, അതുപോലെ SSC ഏത് എക്സാമും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഗ്രാമർ വൊക്കാബ് നമ്മൾ കൈകാര്യം ചെയ്യുന്നു. 2 ക്ലാസ് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ്. 3 മുതൽ 4:30, 8:30 മുതൽ 10 മണി വരെ. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലോട്ട് പോയാലോ, സെൻറ്റൻസുകളിലോട്ട് പോയാലോ. അതിനു മുമ്പ് ഒപ്റ്റിക്സ് ക്യാൻ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ്. യെസ്, ഇറ്റ് വുഡ്. ഹിസ് ടാക്ടിക്സ് ഹെൽപ്ഡ് ഹിം ടു അച്ചീവ് ടു സക്സസ് അല്ല, ഹെൽപ്പ് ഹിം ടു സക്സസ് അല്ല, ഹെൽപ്പ് ഹിം ടു സക്സീഡ് കേട്ടോ. 2+V1 അല്ലേ വരണ്ടേ, 2 കൂടെ നൗൺ കൊടുക്കാൻ പറ്റില്ല കേട്ടോ നീതു. ഹിസ് ടാക്ടിക്സ് ഹെൽപ്ഡ് ഹിം ടു സക്സീഡ് ഇൻ ബിസിനസ്. ഓക്കെ. ദ ടാക്ടിക്സ് ഈസ് എക്സ്ട്രീം എക്സ്റ്റെൻഡ് that woo the future situations. All right, the tactics is extent that woo extreme extent onnalla singular alle, appo that woos aanu, that woo aanu latto gurudase, that woos to future situations. Tactics adopted by state authorities to remove COVID pandemic is effective. Yes, BJP followed so many tactics during election period. All right, to cover to cover current affairs for exam is tremendous, huge. Yes, it is. ബാങ്കിൻ്റെ കോഴ്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാങ്കിങ്ങിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 26th ഈ മാസം 26ാം തീയതിയാണ് നമ്മൾ ബാങ്കിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സമയമുണ്ട്, ആലോചിച്ചിട്ട് തീരുമാനിച്ച് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ബാങ്കിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സാണ്. റീമ മിസ്, ഞാൻ, നമ്മുടെ സുബിൻ സാറ്, കാവ്യ മിസ്, അതുപോലെ ഗ്രീഷ്മ മിസ്, ഇങ്ങനെ 5 പേരടങ്ങുന്ന ബാങ്ക് ഫാക്കൽറ്റീസ് ഉണ്ടാവും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ബാങ്കിങ് കേട്ടോ. അതെ ESIC ഇംഗ്ലീഷ് പ്രോ ബേസിക് ടു അഡ്വാൻസ്ഡ് ആണ്. യെസ് ആണ് നികിത. എക്സ്റ്റെൻഡ് ഓഫ് ഫോർഗിവ്നെസ് ഇസ് ആംഗ്രി, കറക്റ്റ് ആണ് മിസ്. എക്സ്റ്റെൻഡ് ഓഫ് ഫോർഗിവ്നെസ് ഇസ് ആംഗ്രി, കറക്റ്റ് ആണ്. അതിൻ്റെ ഏറ്റവും ലിമിറ്റ് അല്ലേ, അതിൻ്റെ ലിമിറ്റ് ഇതാണ്, ആംഗ്രി ആണ്. ഫോർഗിവ്നെസ് ഇസ് ആംഗ്രിയേക്കാൾ നല്ലത് ആംഗ്രി എന്ന് പറയരുത്. ആ എക്സ്റ്റെൻഡിനെ പറ്റില്ല പറഞ്ഞു, അപ്പോൾ നൗൺ അല്ലേ വേണ്ട, ഈസ് ആങ്കർ അങ്ങനെ കൊടുക്കണം കേട്ടോ. എക്സ്റ്റെൻഡ് ഓഫ് ഫോർഗിവ്നെസ് ഈസ് ആങ്കർ എന്ന് കൊടുക്കുക കാർത്തിക, അതാണ് സെറ്റ് ഗ്രാമർ. ഓക്കെ. ചൈനീസ് ഷിപ്സ് മനൂവർ ഡേഞ്ചറസ്ലി. ഇത് മനൂവർ മീനിങ് എന്താ? ചൈനീസ് ഷിപ്സ് മനൂവർ, അവിടെ മനൂവറിൻ്റെ അർത്ഥം ഇതാണ്, നേരത്തെ പറഞ്ഞ ടാക്ടിക്കലി മൂവ് എന്നായിരിക്കും. ടാക്ടിക്കലി അതായിരിക്കും അവിടെ ഉപയോഗിച്ചത്, കാരണം മനൂവറിൻ്റെ അർത്ഥം അതാണ്. സോറി ടു ജംപ് ഇൻ ടു കൺക്ലൂഷൻ ഫാസ്റ്റർ. മിസ് ഇവിടെ ഫാസ്റ്ററിൻ്റെ യൂസേജ് കറക്റ്റ് ആണോ? I am sorry to jump to a conclusion faster. ഫാസ്റ്ററും ഇല്ല, ഫാസ്റ്റർ ഉപയോഗിക്കരുത് അവിടെ, കാരണം അവിടെ അഡ്ജക്റ്റീവ് അല്ലേ. അപ്പോൾ ഫാസ്റ്റർ ആകുമ്പോൾ അഡ്ജക്റ്റീവാ. ഐ എം സോറി ടു ജംപ് ടു എ കൺക്ലൂഷൻ ഫാസ്റ്റ് പറഞ്ഞു. ഐ എം സോറി ടു ജംപ് ടു എ കൺക്ലൂഷൻ ഫാസ്റ്റ്. ടു ജംപ് ടു കൺക്ലൂഷൻ അല്ലെങ്കിൽ സോറി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അഡ്വേർബ് ഫോർമുലേഷൻ ആയിട്ടാണ് ഫാസ്റ്റ് വേണ്ടത്. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ആയില്ലേ, അഡ്ജക്റ്റീവ് യൂസേജും വേണ്ട, ഫാസ്റ്റർ തെറ്റാം. ഓക്കെ, ശ്രദ്ധിച്ചോളാം. ഓക്കെ, അതിലോട്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ നോക്കി പിള്ളേരെ, ആർട്ടിക്കിൾ ഇതാണ്. ടോക്കിംഗ് ആൻഡ് ലിസ്ണിംഗ്. ഇന്ത്യ ആൻഡ് ചൈന വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സിംപ്ലി പിക്ക് അപ്പ് ദി ത്രെഡ്സ് ഓഫ് ദെയർ കോൺവെർസേഷൻ. ടൈറ്റിലാണ് ടോക്കിംഗ് ആൻഡ് ലിസ്ണിംഗ്. പ്രധാനം പറയുന്നു
കേൾക്കുന്നു അല്ലെ. ഇന്ത്യ ആൻഡ് ചൈന, ഞാൻ പറഞ്ഞു ഇന്ത്യ ചൈന റിലേഷനെ പറ്റിയാണ്. ഇന്ത്യ ആൻഡ് ചൈന വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സിംപ്ലി പിക്ക് അപ്പ് ദി ത്രെഡ്സ്. വെറുതെ ഇങ്ങനെ പിക്ക് അപ്പ് ദി ത്രെഡ്, വെറുതെ റിസ്യൂം ചെയ്യുകയാണ് കോൺവെർസേഷൻ, ബ്രേക്ക് ആയ കോൺവെർസേഷൻ. അവർ നേരത്തെ കോൺവെർസേഷനിലായിരുന്നു, ആ കോൺവെർസേഷൻ അവർ എന്ത് ചെയ്തായിരുന്നു, ബ്രേക്ക് ചെയ്തിരുന്നു. അതിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇപ്പം ഞാൻ തരാവേ. ചൈനീസ് ഷിപ്സ് മനൂവർ ഡേഞ്ചറസ്ലി എന്ന് പറയില്ലേ, മൂവ് ടാക്ടിക്കലി, അതാണ് കേട്ടോ അർത്ഥം. ആരതി മനൂവറിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ അർത്ഥം, ഓക്കെ, സ്കീം ചെയ്യുക, പ്ലോട്ട് ചെയ്യുക എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ. ഓക്കെ, അതല്ലാതെ മനൂവറിന് വേറൊരർത്ഥമുണ്ട്, സ്റ്റിയർ ചെയ്യുക, ഗൈഡ് ചെയ്യുക, ഡ്രൈവ് ചെയ്യുക, ടാക്ട്ഫുൾ ആയിട്ടുള്ള, വളരെ ടാക്ടിക്കലി ആയിട്ട്, വളരെ ക്ലിയർ, വളരെ കെയർഫുൾ ആയിട്ട് മൂവ് ചെയ്യാം കേട്ടോ. മൂവ് സ്കിൽഫുള്ളി അല്ലെങ്കിൽ കെയർഫുള്ളി, വളരെ ശ്രദ്ധിച്ച്, വളരെ തന്ത്രപരമായിട്ട്, വളരെ നല്ല നല്ല ആലോചിച്ച് എടുക്കുക എന്ന് പറയില്ല, അതിനെയാണ് നമ്മൾ പറയാം കേട്ടോ മനൂവർ എന്ന വേർബിന്. ബാങ്കോസ് പർച്ചേസ് ചെയ്തെങ്കിൽ ഇംഗ്ലീഷ് ബാങ്കിങ്ങിൻ്റെ കോഴ്സിൽ നമ്മൾ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ. ബാങ്കിങ്ങിൽ ബേസിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബേസിക്സ് എന്ന് പറഞ്ഞാൽ വേണ്ടത് മാത്രം, ബേസിക്സ് അല്ല വേണ്ടത് മാത്രം. ഇംഗ്ലീഷ് ആകുമ്പോൾ ഇംഗ്ലീഷ് കംപ്ലീറ്റ്, അത് എല്ലാത്തിനും വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബേസിക് ടു അഡ്വാൻസ് വരും. ബാങ്കിങ് കോഴ്സ് ആകുമ്പോൾ അതിന് ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ അല്ലേ, അതുകൊണ്ട്. ഓക്കെ, അത് ആലോചിച്ചിട്ട് മതി. എനിക്കിത് ഇപ്പം എടുത്തിയായിട്ട് തീരുമാനിക്കേണ്ട, ആലോചിച്ചിട്ട് മതി, നോക്കിയിട്ട് മതി, നോക്കി കണ്ട് ചെയ്താൽ മതി കേട്ടോ. SSC MTS പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ന്യൂ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കഷനിലാണ് കേട്ടോ. നീതു അത് പറയാം കേട്ടോ. MTSൻ്റെ അതെ പുതിയ ഡിസ്കഷൻ വന്നിട്ടുണ്ട്, അതിന് ഞങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആർട്ടിക്കിളോട്ട് പോകാം. സോ ഹിയർ ഇസ് ആർട്ടിക്കിൾ ഫോർ യു ടുഡേ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേ, അത് ഞാൻ എപ്പോഴും പറയാനുണ്ടല്ലോ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തേ, ഉഷാറ് കാണിച്ച എല്ലാവരും, ഒരു സ്നേഹം കാണിച്ച എല്ലാവരും ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, താമസിപ്പിക്കുന്നില്ല. ലെറ്റ്സ് റിസ്യൂം വിത്ത് അവർ നമ്മുടെ sentence, നമ്മുടെ article. Brief as it was, Chinese Foreign Minister Wang Yi's visit to Delhi on Friday appears to have left behind more questions than answers on its purpose. The visit was the first by a senior Chinese official since the military standoff along the Lak began in April 2020. Since then, despite 15 rounds of border commander talks and 8 rounds of meetings of the Special Working Mechanism for Consultation and Coordination on India-China Border Affairs, WMCC, friction areas remain. അപ്പോൾ അവിടെ ഇരിക്കട്ടെ, പറഞ്ഞു വന്ന ഇതാണ്. വളരെ ബ്രീഫായിരുന്നു. ഫോറിൻ മിനിസ്റ്റർ വാങ്ങിയുടെ വിസിറ്റ് ഡൽഹിയിൽ വന്നു, എന്ന് ഫ്രൈഡേയിൽ വന്നു. ആൻഡ് എന്തിനു വേണ്ടി വന്നേ, ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങൾ ലെഫ്റ്റ് ബിഹൈൻഡ്, ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ദാൻ ആൻസേഴ്സ് ഓൺ ഇറ്റ്സ് പേർപ്പസ്. അപ്പം കൂടുതൽ ചോദ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ നമുക്ക് ആൻസേഴ്സ് കൂടുതലും കിട്ടാൻ പറ്റിയില്ല ഈ ഒരു കോൺവെർസേഷനോട് അല്ലെങ്കിൽ ഈ ഒരു മീറ്റപ്പിലൂടെ കേട്ടോ. ആൻഡ് ഈ വിസിറ്റിനെ പറ്റി പറയുന്നത് വെച്ചാൽ, ആദ്യത്തെ വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് ഒഫീഷ്യൽ ആയിരുന്നു. ഈ മിലിറ്ററി സ്റ്റാൻഡ് ഓഫിന് ശേഷം ലാക്കിൽ മിലിറ്ററി ഇതിനെ പറ്റിയുള്ള സ്റ്റാൻഡ് ഓഫ് ഒരു ഇമ്പാസിൽ നിൽക്കുമായിരുന്നു ഏപ്രിൽ 2020 മുതൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്ന ഈ ഒരു വിസിറ്റ്, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിസിറ്റ് വരുന്ന ഇപ്പോഴാണ്. എന്നിട്ടത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് ഇതിനെപ്പറ്റി ഒരു എന്താ പറയുക, ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ലെന്ന ഓതർ പറയുന്നത്. സിൻസ് ദെൻ, അപ്പം മുതൽ 15 റൗണ്ട് ഓഫ് ബോർഡർ കമാൻഡർ ടോക്സ് നടന്നായിരുന്നു. പിന്നെ 8 റൗണ്ട് ഓഫ് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ വർക്കിംഗ് മെക്കാനിസത്തിനെ പറ്റി, കൺസൾട്ടേഷനും കോർഡിനേഷനെ പറ്റി, ഇന്ത്യ ചൈന ബോർഡറിനെ പറ്റിയുള്ള അഫയേഴ്സിനെ പറ്റിയുള്ള കൺസൾട്ടേഷനെ പറ്റിയും കോർഡിനേഷനെ പറ്റിയും വർക്കിംഗ് മെക്കാനിസത്തെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന 8 റൗണ്ട് മീറ്റിംഗ്സ് നടന്നായിരുന്നു. അപ്പോൾ ബോർഡർ കമാൻഡർ ടോക്സ് നടന്നു 15, 8 റൗണ്ട് ഈ പറയുന്ന വർക്കിംഗ് മെക്കാനിസത്തെ പറ്റിയുള്ള ഇത് നടന്നായിരുന്നു, ഡിസ്കഷൻസ് നടന്നായിരുന്നു. അപ്പോൾ about the friction areas remain, including petrol point PP 15, Demchok and Depsangs, where troops have been amassed on both sides. രണ്ട് സൈഡിൽ നിന്നും ട്രൂപ്സ് വന്നിട്ടുള്ള ഏരിയ ആണ് ആ ഏരിയ, ബോർഡർ ഏരിയാസ്, അതിനെ പറ്റിയൊക്കെ ടോക്ക് വന്നു. However, it appeared that during his meetings separately with NSA Ajit Doval, followed by External Affairs Minister S. Jaishankar, Mr. Wong proposed no new mechanism or formulation to break the logjam in those talks, as had been case earlier. Instead,
The Chinese side only repeated that India must put the differences on border issue in the proper place in bilateral relations and revive bilateral talks on all issues. The suggestion was part of a 3-step formula according to പറഞ്ഞു ഇതാണ്. അപ്പോൾ ബോർഡറിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ കുറച്ച് സെൻസിറ്റീവായ ഇഷ്യൂസിനെ പറ്റി പറയാണ്. ഫ്രിക്ഷൻ റിമെയിൻ ഏരിയാസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്? പെട്രോൾ പോയിന്റ് PP ഏരിയ ഉണ്ട്, പിന്നെ ഡംചോക്ക് ഉണ്ട്, പിന്നെ പറയുന്നത് ഡെപ്സാങ് ആണ്. ഇവിടേക്കാണ് വളരെ ബോർഡർ സെൻസിറ്റീവ് ഏരിയാസ്. അവിടേക്ക് 2 പാർട്ടീസും ഇന്ത്യയിൽ നിന്നും ട്രൂപ്പ് അമാസ് ചെയ്തിട്ടുണ്ട്, ചൈനയിൽ ട്രൂപ്സ് അമാസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ മീറ്റിംഗ്സിൽ പറയുന്നത് ഇപ്പോൾ 2 പേരുമായിട്ട് മീറ്റിംഗ് നടത്തിയായിരുന്നു യാങ്. അപ്പോൾ ആദ്യം നടത്തിയത് അജിത് ദവാലുമായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്റ്റേണൽ മിനിസ്റ്ററായ നമ്മുടെ ജയശങ്കറുമായിട്ട് മീറ്റിംഗ് നടത്തിയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിച്ചതെന്ന് വെച്ചാൽ അവരെന്നാ ചെയ്തത്, പുതിയതായിട്ടൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനൊന്നും പോയില്ല. മനസ്സിലായോ? അജിത് ദോവാലുമായിട്ട് സംസാരിച്ചപ്പോഴും അതുപോലെ ജയശങ്കറുമായിട്ട് സംസാരിച്ചപ്പോഴും ഒന്നും കൂടുതൽ പുതിയതായിട്ടൊരു കാര്യത്തെപ്പറ്റി, പുതിയ മെക്കാനിസത്തെ പറ്റിയോ അതിന്റെ ഫോർമുലേഷനെ പറ്റിയോ ഒന്നും പറഞ്ഞില്ല. അപ്പാട് പറഞ്ഞ എന്താ കാര്യം, ഒരു ഇതുമില്ല. അതായത് നേരത്തെ ഓൾറെഡി വെച്ചേക്കുന്ന ലോക്ക് ജാം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഡെഡ് ലോക്ക് ഉണ്ടല്ലോ, ഈ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാൻ പുതിയ എന്തെങ്കിലും കാര്യം കൊണ്ടുവരുന്ന കാര്യത്തെ പറ്റിയോ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു പോലും, ഒരു കാര്യം പരാമർശിക്കുക പോലും ചെയ്തില്ല ഈ ടോക്കിൽ. പഴയ എങ്ങനെയാണോ അതുപോലെ തന്നെ. അതായത് പുതിയതായിട്ട് ഈ ഒരു മീറ്റിംഗ് വെച്ചോണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം വന്നിട്ടില്ല. പുതിയതായിട്ട് ആ ഒരു ടോക്ക് അതുപോലെ തന്നെ പഴയ പോലെ തന്നെ നിൽക്കുവാണ്, ഇപ്പോഴും ആ ഡെഡ് ലോക്ക് തന്നെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. എന്നാൽ അതേസമയം എന്നിരുന്ന ചൈനീസ് സൈഡിൽ റിപ്പീറ്റ് ചെയ്ത കാര്യം എന്താണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത ഒരേ ഉള്ളൂ, ഇന്ത്യ എന്ത് ചെയ്യണം, ഡിഫറൻസസ് ഒക്കെ മാറ്റി വെക്കണം. ഇന്ത്യ അങ്ങനെ നമുക്ക് ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ ഇന്ത്യ ഒരിക്കലും ആ എതിർ അഭിപ്രായങ്ങൾ പൊക്കിക്കൊണ്ട് വരരുത്, അതൊക്കെ സൈഡിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കൊരു ബൈലാറ്ററൽ റിലേഷൻ കീപ്പ് ചെയ്യാം, രാജ്യമായിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻ കീപ്പ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. എല്ലാ കാര്യത്തിലും അതിപ്പോൾ എല്ലാ കാര്യത്തിലും ബൈലാറ്ററൽ റിലേഷൻസ് റിവൈവ് ചെയ്തെടുക്കണം, ഇന്ത്യ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് നമ്മുടെ ചൈന പറയുന്നത്. അപ്പോഴും ചൈനയുടെ ഭാഗത്തെ പറ്റി പറയുന്നില്ല, ഇന്ത്യ നിൽക്കണം, ഇന്ത്യയുടെ ബൈലാറ്ററൽ ഇത് നിൽക്കണം, ഇന്ത്യ പ്രോപ്പറായിട്ട് ഉള്ള വിദ്വേഷവും വൈരാഗ്യമൊക്കെ മാറ്റി അപ്പുറം സൈഡിലോട്ട് മാറ്റി വെക്കണം എന്നൊക്കെയാണ് വാങ് പറഞ്ഞത്. ദ സജഷൻ വാസ് പാർട്ട് ഓഫ് ദ 3-step ഫോർമുല. ഞാൻ പറഞ്ഞല്ലോ 3-step ഫോർമുലയുടെ പാർട്ടായിട്ടാണ് ഈ സജഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, എന്താ നോക്കിയേ, അക്കോർഡിംഗ് ടു എ ചൈനീസ് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ചൈനീസ് മിനിസ്ട്രി ഫോറിൻ അഫയേഴ്സ് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് പറഞ്ഞാണ് ദാറ്റ് ഇൻക്ലൂഡഡ് taking a long-term civilizational view of India-China ties, seeing each other's development as a win-win and cooperating at the multilateral sphere. The last point was a reference to China's turn to host the BRICS summit later this year, which Mr. Wong hoped Prime Minister Modi would attend, and India's turn to host SCO and G20 summits next year, where Chinese President Xi Jinping would be among the invitees. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാലുവിടുന്ന ഒരു പരിപാടിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഫോറിൻ അഫയേഴ്സ് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച്, ചൈനീസ് മിനിസ്ട്രിയുടെ ഫോറിൻ അഫയേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് പറയുന്നത് എങ്ങനെയാണ്, അവർ ഈ സ്റ്റേറ്റ്മെന്റിനെ കാണുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയുടെയും ചൈനയുടെയും കാര്യത്തെ പറ്റി ഒരു ലോങ് ടേം ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. മാത്രമല്ല ഒരു സിവിലൈസേഷണൽ വ്യൂ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം അതായത് ഇപ്പം നമ്മൾ ഓരോ ആൾക്കാരുടെ ഡെവലപ്മെന്റ്, ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ ചൈന ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അത് ശരിക്കും ഒരു വിൻ ആയിരിക്കും. ആൻഡ് മാത്രമല്ല ഇവ മൾട്ടിലാറ്ററൽ സ്ഫിയേഴ്സിൽ നമുക്ക് വർക്ക് ചെയ്യാൻ, കോപ്പറേറ്റ് ചെയ്ത് പോകാനുള്ളൊരു അവസരം കൂടെ ഒരുക്കി വരുന്നു മൾട്ടിലാറ്ററൽ സ്ഫിയറിൽ. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ ഇങ്ങനെയാണ്, ചൈനയുടെ ടേൺ ടു ഹോസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് വരുന്നുണ്ടല്ലോ, ബ്രിക്സ് സമ്മിറ്റ് ചൈന ആയിരിക്കും ഇനി ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ മോദിജിയുടെ പ്രസൻസ് വേണമെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ബ്രിക്സ് സമ്മിറ്റിനെ പറ്റി. ഓക്കെ, അപ്പോൾ അത് ചൈന ആയിരിക്കും ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ മോദിജി വരണം, അറ്റൻഡ് ചെയ്യണം എന്നാണ് വോങ് പറയുന്നത് കേട്ടോ. എന്നാൽ അതേസമയം SCO G20 സമ്മിറ്റ്സ് വരുമ്പോൾ അത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ അവിടെ ഷീ ജിൻപിങ് വരുമെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്നും ഇത് പറഞ്ഞു. ആ ഒരു ഉറപ്പ് അവർ തന്നിട്ടുമുണ്ട്. അപ്പോൾ പറഞ്ഞേക്കുവാണ് ബ്രിക്സിൻ്റെ സമ്മിറ്റിൽ ചൈനയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, അതിൽ ഇന്ത്യയുടെ സപ്പോർട്ട് വേണം, ഇന്ത്യയുടെ മോദിജി വരണം, എന്നിട്ട് അത് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നു. എന്നാൽ വരാൻ പോകുന്ന SCO G20 സമ്മിറ്റ്സ് ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതിൽ ഷീ ജിൻപിങ് ഉറപ്പായിട്ടും വന്നിരിക്കും എന്ന് പറഞ്ഞു, ഇൻവൈറ്റ് ആയിരിക്കും എന്ന് ഇവർ പറയുന്നുണ്ട്. However, neither Mr. Wong nor his host in the government answered why. If his message did not differ from the past, the
he was received in Delhi at all. Okay? That he was merely in the region visiting Pakistan for an OIC conference, Afghanistan to meet with Taliban ahead of another conference in Beijing, and Nepal to further bilateral cooperation and infrastructure projects, and decided to drop in, does not seem to suffice as a reason when bilateral ties remain at a standstill. Nor does it explain why the Modi government, which has consistently said it would only hold bilateral talks about resolving the border standoff, departed from his precept to discuss bilateral and. അപ്പോൾ ആലോചിച്ച് നോക്കണേ, ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, അവസാനിപ്പിച്ച് ഇവിടെയാണ്. ഹവ എന്നാൽ അതേ സമയത്ത് എന്നിരുന്നാലും അടുത്ത പാരഗ്രാഫിലോട്ട് വരികയാണ്. എന്നിരുന്നാലും വാങ്ങൂല്ല, അതുപോലെ തന്നെ ഹോസ്റ്റ് ചെയ്യുന്ന ആരും ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഹോസ്റ്റുകൾ ആരും ആയിക്കോട്ടെ, എന്ത് ഗവൺമെന്റ് ആൻസർഡ് വൈ, എന്തുകൊണ്ട് എന്ന് കൊടുത്തിട്ടില്ല. എന്തിന്റെ കാര്യത്തില്? ഇഫ് ഹിസ് മെസ്സേജ് ഡിഡ് നോട്ട് ഡിഫർ ഫ്രം ദ പാസ്റ്റ്, എന്തുകൊണ്ട് പഴയ ഇതിൽ നിന്ന് ആ ഒരു പുതിയൊരു മെസ്സേജ് പുതിയതായിട്ട് ഒന്നും വന്നിട്ടില്ല, പഴയ കാര്യം തന്നെയാണ് തന്നെ പിന്നെ അവർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഡിഫർ ചെയ്യാതെ എന്നുള്ളതിന് രണ്ടുപേരും ഉത്തരം പറഞ്ഞിട്ടില്ല. ഹി വാസ് റിസീവ്ഡ് ഇൻ ഡൽഹി അറ്റ് ഓൾ, അതായത് എന്താണോ നേരത്തെ അവർ ചെയ്തത് അതേ ഇത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആർക്കും ഡൽഹിയിലുള്ള ആർക്കും അല്ലെങ്കിൽ അവിടെ വന്നപ്പോൾ ആരോടും അതിനുള്ളൊരു മറുപടി അവർ പറയുക കൊണ്ട് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ഒരു മാറ്റം വന്നിട്ടില്ല. മാത്രമല്ല ആ റീജിയനിൽ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് വന്നു, ജസ്റ്റ് ഒന്ന് മിയറായിട്ടൊന്ന് വന്നു എന്ന് പറയാം. വിസിറ്റിംഗ് പാകിസ്ഥാൻ ഫോർ ആൻ OIC കോൺഫറൻസ്, ജസ്റ്റ് OIC കോൺഫറൻസിന് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് വന്നു എന്ന് പറയാം. പിന്നെ അഫ്ഗാനിസ്ഥാനോട്ട് മീറ്റ് ചെയ്യുന്നു താലിബാനിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ, വിത്ത് താലിബാൻ അഹെഡ് ഓഫ് അനദർ കോൺഫറൻസ് ഇൻ ബീജിംഗ്, ആൻഡ് നേപ്പാളിൽ ടു ഫർദർ ബയലാറ്ററൽ കോപ്പറേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് വേണ്ടി നേപ്പാളിൽ, ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഡിസൈഡ് ടു ഡ്രോപ്പ് ഇൻ, ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ഇൻ ചെയ്യാനായിട്ട്, ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ഇൻ, ഡസ് നോട്ട് സീം ടു സഫിസ് ആസ് എ റീസൺ. അപ്പോൾ അതിനെ ഒരു ആഡിക്വേറ്റ് റീസൺ ആയിട്ട്, ബി ആഡിക്വേറ്റ് റീസൺ ആയിട്ട് കൂട്ടാൻ പോലും പറ്റില്ല. വെൻ ബയലാറ്ററൽ ട്രൈസ് റിമെയിൻ സ്റ്റാൻഡ്സ്റ്റിൽ, അപ്പോഴും ഓർക്കണം നമ്മൾ ബയലാറ്ററൽ ട്രൈസ് എപ്പോഴും എന്തായിട്ട് നിൽക്കുന്നത്, ഒരു സ്റ്റാൻഡ്സ്റ്റിൽ ആയിട്ട്, ഒരു എന്താ പറയുക, ഒരു കുടുക്കായിട്ട് അവിടെ നിൽക്കുക, ഒരു മാറ്റം വരാതെ ഇങ്ങനെ ഒരു കുടുക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന ഒരു റീസൺ ആയിട്ട് പോലും നമുക്ക് കൂട്ടാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല അത് ഒരു എക്സ്പ്ലനേഷനും തരുന്നില്ല വൈ മോദി ഗവൺമെന്റ് വിച്ച് ഇസ് കൺസിസ്റ്റന്റ്ലി സെറ്റ്, മോദി ഗവൺമെന്റ് കുറേ നാളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ബയലാറ്ററൽ ടോക്സ് ഉണ്ടാകും, വി ഹോൾഡ് ബയലാറ്ററൽ ടോക്സ്, പക്ഷേ ബോർഡർ ഇഷ്യൂസ് റിസോൾവ് ചെയ്തിട്ട് എന്ത് നടക്കുകയുള്ളൂ, അവിടെയാണ് ബയലാറ്ററൽ ഇത് നമ്മൾ ടൈസ് കീപ്പ് ചെയ്യേണ്ടത്. ബോർഡർ ഇഷ്യൂസ് റിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്തുകൊണ്ട് വേണം ബയലാറ്ററൽ ടോക്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് എന്നെപ്പോഴും പറഞ്ഞിട്ടും അതിനെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല, അതിന് എന്താണ് ആ കാര്യത്തെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ പോലും അവർ ചോദിക്കുന്ന പോലുമില്ല. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദേ ആർ ഡിപ്പാർട്ടിങ് ഫ്രം ദിസ് പ്രിൻസിപ്പിൾ, ഈ ഒരു പ്രീസെപ്റ്റുമായിട്ട് അവർ ഡിപ്പാർട്ട് ചെയ്യണം ടു ഡിസ്കസ് ബയലാറ്ററൽ. അതിൻ്റെ ഇടയ്ക്കാണ് പറയുന്നത് നമ്മൾ ഡിഫറൻസ് ഒക്കെ മാറ്റി വെക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചൈനയിലെ വാങ്ങിൻ്റെ പറച്ചിലിനും വാങ്ങിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിലെ പറച്ചിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ബയലാറ്ററൽ ടോക്സ് ആൻഡ് ഇന്റർനാഷണൽ ഇഷ്യൂസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അവിടെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ യു ക്യാൻ ഫീൽ. ഓക്കെ, ലെറ്റ്സ് സീ. Neither side announced Mr. Wang's arrival until the first meetings on Friday, indicating that there is something more behind the scenes. It is also possible that his outreach stems from a desire to compare notes on Ukraine, where India and China find themselves at odds with the Western sanctions regime that threatens to isolate Russia and split global transaction into a dollar versus non-dollar system, while also finding themselves not entirely comfortable with Mr. Putin's actions. Regardless of any common understanding on other issues, however, it is clear that പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി ഇല്ല. എന്നാൽ മാത്രമല്ല ബയലാറ്ററൽ ടൈസിനെ പറ്റി ആയിക്കോട്ടെ, അതുപോലെ ഇന്റർനാഷണൽ ഇഷ്യൂസിനെ പറ്റി ആയിക്കോട്ടെ, ഇതിലൊന്നും അതിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യാണ്, അതിലൊരു സ്റ്റാൻഡ്സ്റ്റിൽ തന്നെ നിൽക്കുകയാണെന്നാണ് പറഞ്ഞിപ്പോൾ അവസാനിപ്പിച്ചേക്കുന്നത്. എന്നാൽ രണ്ട് സൈഡും, അതിപ്പോൾ ഇതായിക്കോട്ടെ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ വോങ്ങിന്റെ സൈഡിൽ നിന്നായിക്കോട്ടെ, അങ്ങേര് ആദ്യം മീറ്റിങ്ങിന് വേണ്ടി ഫ്രൈഡേ വരുന്നവരെ അറൈവലിനെ പറ്റി ഒരു ഐഡിയയും ആർക്കും ഇല്ലായിരുന്നു. നൈദർ സൈഡ് അനൗൺസ്, ആരും പറഞ്ഞില്ല വാങ്ങ് വരുന്നുണ്ട്, അറൈവ് ചെയ്യുന്നുണ്ട്, ഫ്രൈഡേ വരുന്നുണ്ടെന്നുള്ള കാര്യം ആരും പറഞ്ഞുമില്ല. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ്, അപ്പോൾ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ദർ ഇസ് സംതിങ് മോർ
എന്തോ ഉണ്ട് ബിഹൈൻഡ് ദ സീൻസ്, എന്തോ വേറെ കാര്യങ്ങളുടെ ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്നുണ്ട് എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ദാറ്റ്, ഒരു പക്ഷേ പോസിബിൾ ആകാം ദാറ്റ് ഇങ്ങനെയുടെ ഈ ഔട്ട്റീച്ച് ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്ന ആ ഒരു റീച്ച് ഔട്ട് ചെയ്യുന്ന, ഔട്ട്റീച്ച് ചെയ്യാൻ മീൻസ് റീച്ച് ഔട്ട് ചെയ്യുന്ന ആ ഒരു പരിപാടി, റൂട്ട്സ് ഫ്രം എ ഡിസയർ ടു കമ്പയർ നോട്ട്സ്, ശരിക്കും പറഞ്ഞത് നോട്ട്സ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തിൻ്റെ കാര്യത്തിൽ? ഉക്രൈനോടുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും അതിൽ ഉള്ള ഉക്രൈൻ റഷ്യ പ്രശ്നത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും എന്തായിരുന്നു സ്റ്റാൻസ്, അതിനെ ഒന്ന് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. ഇന്ത്യയും ചൈനയും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്, അവർ രണ്ടുപേരും ഡിസഗ്രി ചെയ്തിരുന്നു വെസ്റ്റേൺ സാങ്ഷനോട്, അല്ലേ? ദേ വർ ഓഡ്സ് വിത്ത് അല്ലെ, ഫൈൻഡ് ദംസെൽസ് അറ്റ് ഓഡ്സ് വിത്ത്, ഞാൻ പറഞ്ഞു ഡിസഗ്രി വിത്ത് വെസ്റ്റേൺ സാങ്ഷൻ, അവരുമായിട്ട് ഡിസഗ്രി ചെയ്തിരുന്നു. കാരണം ഇവർക്ക് അതിനോട് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിനോട് ഒരു താല്പര്യവുമില്ലായിരുന്നു. ആ പറയുന്നതിൽ അവിടെ റഷ്യ ഒറ്റപ്പെടുത്തി, റഷ്യയെ ത്രട്ടൻ ചെയ്യുന്ന രീതിയിലോട്ട് പറയുന്നതിനോട് അവർക്ക് യോജിപ്പില്ലായിരുന്നു. അങ്ങനെ അവർ ഗ്ലോബൽ ട്രാൻസാക്ഷൻ രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു, ഡോളർ ആൻഡ് നോൺ ഡോളർ വേർഷൻസ് ആക്കി കൊണ്ടുവന്ന സിസ്റ്റം. അതിനോട് ഇന്ത്യക്കും ചൈനയ്ക്കും താല്പര്യമില്ലായിരുന്നു. എന്നിരുന്നാലും താല്പര്യമില്ലായ്മ ഒരു സൈഡ്, മറുവശത്ത് കൃത്യമായിട്ട് പുട്ടിൻ്റെ ആക്ഷൻസിനെ ഒട്ടും കംഫർട്ടബിൾ അല്ല. ദേ ആർ നോട്ട് എൻറ്റയർലി കംഫർട്ടബിൾ വിത്ത് പുട്ടിൻസ് ആക്ഷൻ. പുട്ടിൻ ചെയ്തതിനോടും അവർക്ക് അത്ര യോജിപ്പില്ല. എന്നാൽ അക്ഷരാർത്ഥത്തിൽ റഷ്യയോട് അത്ര ദേശത്തോടെ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മറ്റ് വെസ്റ്റേൺ കൺട്രീസ് എടുത്ത ആ തീരുമാനത്തോടും അവർക്ക് യോജിപ്പില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും അവിടെയും തൊടുന്നില്ല ഇവിടെയും തൊടാത്ത രീതിയിലായിരുന്നു ഇന്ത്യയും ചൈനയും. ചിലപ്പോൾ അതാകാം എന്നാണ് പറയുന്നത്. അതായിരിക്കും ഇതിന് ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്നു. റിഗാർഡ്ലെസ് ഓഫ് എനി കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഓൺ അതർ ഇഷ്യൂസ്, എന്ത് കാര്യത്തിലുള്ള നമ്മുടെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് വിചാരിച്ചോട്ടെ. ഹൗവർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ന്യൂ ഡൽഹി ആൻഡ് ബെയ്ജിംഗ് കനോട്ട് സിംപ്ലി, എന്തും ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലും യൂണിറ്റി ഉണ്ടായിക്കോട്ടെ, പക്ഷേ ന്യൂ ഡൽഹിക്കും ബെയ്ജിങ്ങിനും cannot simply put up threads of their conversation until there is a full understanding of events since April 2020. അപ്പോൾ ഏപ്രിൽ 2020 എവിടെയാണോ നമ്മൾ കോൺവെർസേഷൻ ബൈലാറ്ററൽ ടോക്സ് അവിടെ നിർത്തിപ്പോയത്, ഈ വഴക്ക് എന്തോ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ പ്രശ്നത്തിൽ നിന്ന് പോയില്ലേ, അതിനി റിസ്യൂം ചെയ്യാതെ ഒരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്, ഈ ഇവൻസിനെ പറ്റി ഒരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് വരാതെ അത് മാറ്റി നിൽക്കുന്ന ഒരു പരിപാടി, അത് റിസ്യൂം ചെയ്യുന്ന ഒരു പരിപാടി നടക്കാൻ പറ്റില്ല. എന്താണ് അവിടെ നടന്നത് അതിനെപ്പറ്റി കംപ്ലീറ്റ് ഡിസ്കഷന് ശേഷം മാത്രമേ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. യു ഹാവ് ടു റിസ്യൂം ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലാതെ അവിടെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ പോയാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് എന്നാണ് പറയുന്നത്. ആൻഡ് demobilization by PLA followed by the disengagement of troops is completed. അപ്പോൾ നമ്മുടെ ബോർഡർ ഇഷ്യൂസിനെ പറ്റിയാണ് പറയുന്നത്. ഡിമൊബിലൈസേഷൻ, അതായത് അവിടെ നമ്മൾ ട്രൂപ്സിനെ ഗ്യാദർ ചെയ്യുന്ന പരിപാടിയില്ലേ PLA, അതിനെപ്പറ്റി അവിടെയും അതുപോലെ തന്നെ മാത്രമല്ല ഡിസെൻഗേജ്മെന്റ്, ട്രൂപ്സിനെ ഡിസെൻഗേജ് ചെയ്യുന്നു. അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺവെർസേഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഫുൾ അണ്ടർസ്റ്റാൻഡിങ് വേണം. അതുപോലെ എന്താണ് ഒരു ക്ലാരിറ്റി ഇന്ത്യ ചൈന കാര്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള പറയുന്നത് വളരെ അനലിറ്റിക്കൽ ആയിട്ടുള്ള എന്നാൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എസ് അല്ല ആർട്ടിക്കിളാണ് നിങ്ങളിന്ന് കണ്ടത്. ഓക്കെ, അനലിറ്റിക്കലാണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻഫോർമേറ്റീവ്, അല്ലേ? ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ആദ്യമായിട്ടൊന്നുമില്ല, വൊക്കാബാണ് വളരെ കുറവാണ് ഇതിൽ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അരുണാചൽ 8 കിലോമീറ്റർ അവരെടുത്തു. ചൈന ഇച്ചിരി പ്രശ്നക്കാരനാണ്, അത് തന്നെയാണ് നമ്മൾ ഓൾറെഡി പറയുന്നതല്ലേ. അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി റഷ്യയുടെ കാര്യത്തിലൊരു തീരുമാനം, അല്ലേ, റഷ്യയുടെ കാര്യത്തിലൊരു തീരുമാനം കംപ്ലീറ്റ് ആയിട്ട് പറയാത്തത്, ഇന്ത്യ പറയാത്തത് അതുകൊണ്ടായിരുന്നു. കാരണം ഇതൊരു നയതന്ത്രമായ ഒരു കാര്യമായിരുന്നു. കാരണം റഷ്യയെ കംപ്ലീറ്റ് എതിർത്താൽ, റഷ്യ ചൈനയുടെ കൂടെ നിന്നാൽ അവസാനം ചൈന നമുക്കെതിരെ വരുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിന് ആളുണ്ടാവില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അല്ലേ? ചൈന പ്രശ്നക്കാരനാണ്, അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആയി ഒരു തംസപ്പ് ഇട്ടേ. നമുക്ക് നേരെ പോകാം നമ്മുടെ സ്പോട്ട് ദ റിക്വസ്റ്റ്. കഴിഞ്ഞ ദിവസത്തേക്ക് സ്പോട്ട് ദ റിക്വസ്റ്റ് നോക്കാനില്ല, നമുക്ക് നോക്കണ്ടേ? പോകാം പിള്ളേരെ, നമ്മുടെ സ്പോട്ട് ദ റിക്വസ്റ്റിനോട്ട് പോവാം. പറഞ്ഞേ ഓക്കെ ആണോന്ന് പറഞ്ഞേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 25-ാം തീയതിയിൽ, അതായത് നമ്മൾ ശനിയാഴ്ച നോക്കേണ്ടതായിരുന്നു, പക്ഷേ ശനിയാഴ്ച നമുക്ക് നോക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇതായിരുന്നു വെള്ളിയാഴ്ച ഞാൻ തന്ന ക്വസ്റ്റൻ ഇതായിരുന്നേ. ആസ് സൂൺ ആസ് ദ ഷോർട്ടേജ് ഓഫ് certain essential commodities end, which the government expects before the start of Sinhala Tamil New Year, steps should be taken for economic recovery. Okay, അപ്പോൾ പറഞ്ഞോ ഇതിലത്തെ ആൻസർ എന്താ? ആസ് സൂൺ ആസ് ദ ഷോർട്ടേജ് ഓഫ് certain essential commodities end,
which the government expects before the start of Sinhala Tamil New Year. Steps should be taken for economic recovery. ഇവിടെ എന്താ എറർ? ഈ എറർ പറഞ്ഞ് നമുക്ക് സാറ്റർഡേ ഡിസ്കസ് ചെയ്യാൻ പറ്റാതെ പോയ എററാണ്. പറഞ്ഞു ഏതാ എറർ എന്ന് ഇവിടുത്തെ? പറയൂട്ടോ. യെസ് യെസ്, ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റാതെ പോയതാണ് അല്ലേ. ആസ് സൂൺ ആസ് ദ സബ്ജക്റ്റ് എന്താ? ദ ഷോർട്ടേജ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ആസ് സൂൺ ആസ് ദ ഷോർട്ടേജ് ഓഫ് സർട്ടൻ എസെൻഷ്യൽ കമ്മോഡിറ്റീസ്, അല്ലാതെ കമ്മോഡിറ്റീസ് അല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ഇസ് പ്രൊപ്പോസൽ ഫ്രേസ്. അപ്പൊ എൻഡ് ഇവിടെ എന്ത് വരും? എൻഡ് വരാൻ പാടില്ല സിംഗുലർ സബ്ജക്റ്റിന് അല്ലെ. സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വേർബും സിംഗുലർ കൊടുക്കണ്ടേ? അപ്പൊ എൻഡ് വരാൻ പാടില്ല. അവിടെ എന്ത് കൊടുക്കണം? എൻസ് ഇട്ട് കൊടുക്കണം, സിംഗുലർ വേർബ് ഇട്ട് കൊടുക്കണം. കാരണം എന്താ? ഓഫ് സർട്ടൻ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? ഈ സംഭവം എന്താ സാധനം? ഇതൊരു പ്രൊപ്പോസൽ ഫ്രേസ് മാത്രം. അപ്പോൾ പ്രൊപ്പോസൽ ഫ്രേസ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട സബ്ജക്റ്റ് അനുസരിച്ച് വേർബ് എഗ്രി ചെയ്യുന്നത്, അതിനെയാണ് കോൺകോർഡ് എന്ന് പറയുക അല്ലേ. അപ്പൊ ഇതാണ് ഇവിടുത്തെ അർത്ഥം. ആൻഡ് മൂവിങ് ടു സാറ്റർഡേസ് ക്വസ്റ്റ്. സാറ്റർഡേ ക്വസ്റ്റനിൽ നോക്കിയായിരുന്നു, എനിക്ക് അറിയത്തില്ല. PDF കംപ്ലീറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഒരുപാട് വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. PDF നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. PDF ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റൻ. Most units have had a change of personnel, and in some cases there are new captains too. Most units have had a change of personnel, and in some cases there are new captains too. Okay, പറയാമോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ? പറ പറഞ്ഞു. Most units have had a change of personnel, and in some cases there are new captains too. ഒരാളെ എനിക്ക് ആൻസർ തരുന്നുള്ളല്ലോ, വേറെ ആരും തരുന്നില്ലേ? ഓക്കെ, മോസ്റ്റ് യൂണിറ്റ്സ്, ഒരുപാട് യൂണിറ്റ്സിന് എന്തുണ്ട്? ആ ചേഞ്ച് ഓഫ് ആണ്. ഓഫ് എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷന് ശേഷം എന്താ വരേണ്ടത്? ഇതെന്താ? പേഴ്സണൽ എന്ന് പറഞ്ഞ എന്താ സാധനം? ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്. പ്രിപ്പോസിഷന് ശേഷം അഡ്ജക്റ്റീവ് ആണ് വരേണ്ടത്. തെറ്റ്. എന്താ വരേണ്ടത്? പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റോ. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നൗണോ പ്രൊനൗണോ ആകാം. അപ്പൊ എന്തുകൊണ്ടാവും? പേഴ്സണലും വേറൊരു പേഴ്സണലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവുമായിരിക്കും നിങ്ങൾക്ക് അല്ലേ. പേഴ്സണൽ PERSONNEL, അതായത് നൗണാ. ഈ സംഭവം ഒരു നൗണാ. നൗണായിട്ടും വരുന്നതും പ്രൊപ്പോസിഷനായിട്ട് നൗണായിട്ടും പ്രൊനൗണായിട്ട് വന്നത് പ്രൊപ്പോസിഷൻ തന്നെയല്ലേ. ഐ മീൻ ഒബ്ജക്ട്, പ്രൊപ്പോസിഷൻ അല്ല ഒബ്ജക്റ്റ് അല്ലേ. സോ ഇവിടെ കറക്റ്റായി പേഴ്സണൽ ഓഫീസർ എന്നർത്ഥം അല്ലേ. ഓഫ് പേഴ്സണൽ അല്ല, ഓഫ് പേഴ്സണൽ. ആൻഡ് ഇൻ സം കേസസ് ദർ ആർ ന്യൂ ക്യാപ്റ്റൻസ് ടു. ഒഫീഷ്യൽസ്, ഓഫീസർ എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ക്രിട്ടിക്കാലിറ്റി ഓഫ് UP ഇൻ ഇറ്റ്സ് നാഷണൽ പ്ലാൻ കൻ നോട്ട് ബി ഓവർസ്റ്റേറ്റഡ്. It contributes 20% of the party's current strength in the Lok Sabha. The criticality of UP in its national plan cannot be overstated. It contributes 20% of the party's current strength in the Lok Sabha. Okay. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്, എന്നിട്ട് അതിന്റെ ആൻസർ എനിക്ക് എവിടെ തരണം? കോമെന്റ് സെക്ഷൻ തരണം. മറക്കല്ലേ അത്. സോ അപ്പോൾ മറക്കുന്നതിനെല്ലാം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾ ഓർത്തു വെച്ചുള്ള നമ്മുടെ ESICയുടെ SSO, സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ, ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. ഏതൊരു ഡിഗ്രിയും അത് നിങ്ങളുടെ പ്രിലിംസ് എക്സാമിന് നിങ്ങൾക്ക് 3 സബ്ജക്റ്റേ ഉള്ളൂ. റീസണിങ്, മാത്സ് ആൻഡ് ഇംഗ്ലീഷിന് 30 മാർക്സ് വെയിറ്റേജ്, മാത്സിനാണെങ്കിൽ നിങ്ങൾക്ക് 35, റീസണിങ്ങിന് 35. അങ്ങനെ ESICയുടെ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിലിംസിന്, മെയിൻസിനാകുമ്പോൾ നിങ്ങൾക്ക് GAയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 4 വരെ സബ്ജക്റ്റ് വരും. അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ദിവസം 12-ാം തീയതിയാണ്. ഈ വരുന്ന ഏപ്രിൽ 12-ാം തീയതി വരെ നമുക്ക് നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യാനുള്ള സമയമുണ്ട്, അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പഠിക്കാൻ തുടങ്ങുക. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 7-ാം തീയതിയാണ് കേട്ടോ. ഏപ്രിൽ 7-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ESIC SSO, സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാം. ദിവസേന 3 ക്ലാസ്സുകളുണ്ടാവും. 11 to 12, 3 to 4 and 5:30 to 6. ഇതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ. അതുകൂടാതെ RRCയുടെ
ഞാൻ പറഞ്ഞ RRB എന്നാണ് ഞാൻ പറഞ്ഞത്, സോറി RRCയുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് കോർപ്പറേഷൻ്റെ ഗ്രൂപ്പ് D എക്സാംസ് വരുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്രസ് ബാച്ച് വരാൻ പോകണം. ഏപ്രിൽ 12 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 9 മുതൽ 10 വരെയും 11:30 മുതൽ 12 വരെയും 9 മുതൽ 10 വരെയുള്ള 3 ക്ലാസ്സുകളാണ് നമ്മുടെ RRC ഗ്രൂപ്പ് Dയുടെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി ഉള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പുതിയ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്കുണ്ട്. പഠിക്കുക, ജോയിൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ടെലിഗ്രാം ചാനലിൻ്റെ പേര് KPSC ഷോർട്ട് സെലക്ഷൻ. താങ്ക് യു സോ മച്ച് എവ്രി വൺ. നമ്മുടെ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അതുപോലെ തന്നെ റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ആൻസേഴ്സ് തരാം, തീർച്ചയായിട്ടും തരണം. സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാം, ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം. ആൻഡ് ഷെയർ ഇറ്റ് എമംഗ് ആസ് മെനി ആസ് പോസിബിൾ. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. യൂസർ ഫ്രണ്ട്ലി ആണ്. മോക്ക് ടെസ്റ്റ്, ഫ്രീ ക്വസ്റ്റസ് ഒക്കെ കളിക്കാൻ നിങ്ങൾക്ക് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, പഠിക്കാം. അതുപോലെ തന്നെ കോയിൻസ് ഗ്രാബ് ചെയ്യാം. പിന്നീട് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണം, എല്ലാം ഒന്ന് നോക്കിയോളാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ, ബി ഹാപ്പി ആൻഡ് see you tomorrow at 9. അപ്പോൾ ശരി, ബൈ.